ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി തിരക്ക് നിയന്ത്രിക്കുന്നതിന് കോഴഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നു. പഞ്ചായത്ത് സ്റ്റേഡിയത്തെ കടമനിട്ട കൊല്ലിരേത്ത് പടിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ചെങ്ങന്നൂരിലെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് ടൗണുകളിലെ തിരക്കിൽപ്പെടാതെ പമ്പയിലെത്തുന്നതിനുള്ള എളുപ്പ മാർഗമായിരിക്കും ഈ റോഡെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ഒരു സ്ഥലമായി കോഴഞ്ചേരി മാറുകയാണ്. ഈ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം കാണണമെന്നുള്ള യാഥാർത്ഥ്യവുമായിട്ടാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം കൊല്ലിരേത്ത് പടി നമ്മുടെ കടമനിട്ട റോഡാണ്, നാരങ്ങാനം റോഡ്. അത് ഈ തിരുവാഭരണ പാത ശബരിമല പാതയാണത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വന്ന് ഇവിടെ TB ജംഗ്ഷനിലെത്തി അങ്ങനെ ഒരു പദ്ധതി ഒന്ന്. അതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാർ 10 കോടി രൂപ വകയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില വ്യക്തികളിൽ നിന്നുകൂടെ വസ്തു ലഭിക്കുവാനുണ്ട്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞങ്ങൾ. ഏകദേശം 12 മീറ്റർ വീതിയുള്ള റോഡ് പണിയാണ് വരുന്നത്. PWDAC AE ഒക്കെ അങ്ങ് അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞാൽ അവർ ഈ വീട്ടുകാർ ഇതൊന്ന് വസ്തു ഒപ്പിട്ട് തരാമെന്നുണ്ടെങ്കിൽ അവരുടെ വിട്ടു തരാമെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം തന്നെ ടെൻഡർ വിളിക്കാമെന്നുള്ളൊരു നടപടിയുമായിട്ടാണ് നമ്മുടെ PWD വകുപ്പ് നിൽക്കുന്നത്. MLA ആണേ എപ്പോഴും അത് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി മാത്രം സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ കോൺക്ലേവ് നടന്നപ്പോൾ ഇവിടുന്ന് അത് ഈ പഞ്ചായത്ത് സ്റ്റേഡിയം ക്രോസ് ചെയ്ത് നമ്മൾ ലയൺസ് ക്ലബിൻ്റെ അതുവഴി ചെങ്ങന്നൂർ റൂട്ടിലുള്ള ചവിട്ടുകുളം പടി വരെ ചെല്ലുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പം കോഴഞ്ചേരിയിലെ ട്രാഫിക് അതായത് കടമനട്ടയ്ക്ക് പോകുന്നവർക്കും റാന്നിക്ക് പോകുന്നവർക്കും ടൗൺ ചുറ്റാതെ ഈ ബൈപ്പാസിൽ കൂടെ കടന്നു പോകാൻ പറ്റും. ഭാവിയിൽ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതാണല്ലോ ഞങ്ങൾ നടത്തിയ ഹോറിസൺ 50 എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നടത്തിയത്. ഈ കേന്ദ്ര പദ്ധതിയിൽ ബാക്കി ഫണ്ട് ഉണ്ടെന്നാണ് MP പറഞ്ഞത്. നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഈ ജനങ്ങൾ ഈ വസ്തു ഒന്ന് വിട്ടു തരണം ഈ റോഡിന് വേണ്ടിയുള്ള. അപ്പോൾ ആ വസ്തു വിട്ടു തരാമെന്നുണ്ടെങ്കിൽ പണി എളുപ്പമാണ്. അങ്ങനെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ചെങ്ങന്നൂരും തിരുവല്ലയിൽ നിന്നും ഈ കോഴഞ്ചേരി പോകാതെ എങ്ങനെയാണ് റാന്നിക്ക് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ചെങ്ങന്നൂന്ന് വരുന്ന വണ്ടിക്ക് ഈ ബൈപ്പാസ് റോഡ് കൂടിൽ കൂടെ നമ്മുടെ TB ജംഗ്ഷൻ വഴി ഈ കൊല്ലിരേത്ത് പടിയിൽ വന്ന് കയറാവുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് സെന്റ് തോമസ് കോളേജിൻ്റെ അവിടെ കൂടെ റോഡുണ്ട്. ആ റോഡിൽ കൂടെ റാന്നിക്ക് പോകാം, കടമനിട്ട പോകേണ്ടവർക്ക് അങ്ങനെ പോകാം, പടിശ്ശേരിക്കര പോകാം, ശബരിമല പോകാം. അതെല്ലാം എളുപ്പ വഴിയാണ്. അപ്പം ഇപ്പോൾ അത് ടൗൺ ചുറ്റിയാണ് വരുന്നത്. ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി കോഴഞ്ചേരി പട്ടണവും ഇതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ചെറിയ വാർഡുകളും എല്ലാം വികസനത്തിന്റെ പാതയിലാവും. എന്ത് വില കൊടുത്തും ഈ ഭരണസമിതി ഇരിക്കുമ്പോൾ നമ്മൾ ഇത് കൊണ്ടുവരാൻ തന്നെയാണ്. അതിൽ എന്ത് എതിർപ്പ് വന്നു കഴിഞ്ഞാലും കോഴഞ്ചേരിയിലെ ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കും. നിരവധി സമ്മേളനങ്ങൾക്കും ഒക്കെ വേദിയാകുന്ന ഈ കോഴഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത കുരുക്കിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഈ ബൈപ്പാസുമായി മുന്നോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.